നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ യുവ ഗായികമാരിൽ ശ്രദ്ധേയയായ താരമാണ് അഭയ ഹിരൺമയി. അഭയയുടെ കരിയറിനേക്കാളും അഭയ പാടിയ ഗാനങ്ങളെക്കാളും എന്നും സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ചർച്ച ചെയ്യാറുള്ളതും വിവാദങ്ങളിൽ ഇടം പിടിച്ചിട്ടുള്ളതും അഭയയുടെ വ്യക്തി ജീവിതം തന്നെയായിരുന്നു. സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായുള്ള പ്രണയവും ഒരുമിച്ചുള്ള ജീവിതവും പിന്നീട് വേർപിരിയലും അഭയ എന്ന ഗായികയെ എന്നും വിവാദത്തിലാക്കിയിരുന്നു. 19-ാം വയസ്സിൽ അഭയ ഗോപി സുന്ദറിനെ അഭിമുഖം ചെയ്യാൻ എത്തിയതായിരുന്നു. അവിടെ തുടങ്ങിയ പരിചയം പിന്നീട് പ്രണയമായി മാറുകയായിരുന്നു. വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ ഗോപി സുന്ദർ ആദ്യ ഭാര്യ പ്രിയയിൽ നിന്നും നിയമപരമായി വിവാഹമോചനം നേടാതെയായിരുന്നു അഭയയുമായി ലിവിംഗ് റിലേഷൻഷിപ്പ് ആരംഭിച്ചത്. ഇതിനെതിരെ പലതവണ ശബ്ദമുയർത്തി ഗോപി സുന്ദറിന്റെ ഭാര്യ പ്രിയ കൂടി രംഗത്ത് വന്നതോടെ അഭയ കൂടുതൽ വിവാദങ്ങളിലേക്ക് പോവുകയായിരുന്നു. എന്നാൽ 2022-ലാണ് ഗോപി സുന്ദർ അഭയയുമായുള്ള പ്രണയം അവസാനിപ്പിച്ചതായും ഗായിക അമൃത സുരേഷുമായി താൻ പ്രണയത്തിലാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിച്ചത്. മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ 14 വർഷത്തോളം താൻ പ്രണയിച്ചിരുന്ന ഗോപി സുന്ദറിനെ കുറിച്ചും ഒരുമിച്ചുള്ള ജീവിതം അവസാനിപ്പിച്ചതിനെക്കുറിച്ചും അഭയ സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ വൈറലാവുന്നത്. ലിവിംഗ് ടുഗദർ എന്താണെന്ന് ആൾക്കാർക്ക് അന്ന് മനസ്സിലാവില്ലായിരുന്നു. ലിവിംഗ് റിലേഷൻഷിപ്പ് എന്നാരും പറയാറില്ല. ഒരാളുമായി കൂടെ താമസിക്കുന്നു. ലിവിംഗ് ടുഗദറിനെ ഒരു മെച്ചുവേർഡ് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ ആൾക്കാർക്ക് അറിയില്ല. ഇന്നത്തെ കാലത്ത് അതിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും ഒരുപാട് ആൾക്കാർ ലിവിംഗ് റിലേഷൻഷിപ്പ് നിന്നിട്ട് വർക്കൗട്ട് ആയാൽ കല്യാണം കഴിക്കാം എന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നുള്ളൂ. ഞാൻ വലിയ റെവല്യൂഷന്റെ ഭാഗമാണല്ലോ, അതിന് ഞാൻ എടുത്ത സ്ട്രഗിൾ അതുപോലെ തന്നെയും ഗോപിയും ആ സ്ട്രഗിൾ എടുത്തിട്ടുണ്ട്. സ്ത്രീ എന്ന നിലയിൽ എനിക്ക് സ്ട്രഗിൾ കൂടുതലായിരുന്നു. അന്ന് ഞങ്ങൾ എടുത്ത സ്ട്രഗിൾ ഇന്ന് ഈസിയായി ഇപ്പോഴുള്ളവർ എടുക്കുന്നുണ്ട്. കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. ഒരു പ്രണയമോ മറ്റോ ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പിൽ അപ്പോൾ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. 14 വർഷം ഞാൻ ഒരാളുടെ കൂടെ ജീവിച്ചു, സക്സസ്ഫുള്ളി ജീവിച്ചു. അതിനുശേഷം ഞാൻ എന്റേതായ ജീവിതം തെരഞ്ഞെടുത്തു എന്നാണ് അഭയ പറഞ്ഞത്. അഭയയുടെ വാക്കുകൾക്ക് നിറഞ്ഞ കയ്യടിയാണ് സോഷ്യൽ മീഡിയ നൽകുന്നത്. ഒരു ദിവസം കൂടെ ജീവിച്ച ആൾ ഉപേക്ഷിച്ചു പോയാൽ പോലും പരസ്പരം പഴി പറഞ്ഞും അപവാദങ്ങൾ പറഞ്ഞും അധിക്ഷേപം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ 14 വർഷം കൂടെ ജീവിച്ച ആൾ ഉപേക്ഷിച്ചു പോയിട്ടും അയാളെക്കുറിച്ച് ഒരു വാക്കുപോലും മോശമായി സംസാരിക്കാത്ത ഈ പെൺകുട്ടി മാതൃകയാണ് എന്നാണ് ആരാധകർ അഭയയെ വിശേഷിപ്പിക്കുന്നത്. പരസ്പരം സംസാരിച്ച് അവർ അവസാനിപ്പിച്ചതാണ് അവരുടെ ജീവിതം. രണ്ടുപേരും സ്വന്തം വഴികൾ തിരഞ്ഞെടുത്തു. അതിൽ മോശം അഭിപ്രായങ്ങൾ പറയാതെ മുന്നോട്ട് പോകുന്നത് ഒരു വലിയ കാര്യം തന്നെയാണെന്നും ആരാധകർ പറയുന്നു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. You're watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.